ഞാൻ വിനോദ് മൂത്തേടം. ഞാൻ കണ്ടെത്തി, നിങ്ങൾക്കും കണ്ടെത്താം. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു രൂപമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കട്ട്ലേറ്റ്, സാധാരണ കട്ട്ലേറ്റ് അല്ല, എഗ് കട്ട്ലേറ്റ് എങ്ങനെ എളുപ്പത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കാം എന്നതാണ്. മഴക്കാലമാണല്ലോ, മഴക്കാലത്ത് പെട്ടെന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടും മുതിർന്നവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ പെട്ടെന്ന് ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കാം എന്നതാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസുകളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പായി എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതുപുത്തൻ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ എത്തും. തൊട്ടടുത്തൊരു ബെല്ലൈക്കണുമുണ്ട്, അവത്തിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഭവത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നമുക്ക് 4 മുട്ട പുഴുങ്ങിയത്, കോഴിമുട്ട പുഴുങ്ങിയത്, അത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് എടുക്കണം. 4 ഉരുളക്കിഴങ്ങ്, അത് പുഴുങ്ങിയത്, തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് തൊലി കളഞ്ഞ് പുഴുങ്ങി നമ്മളിതുപോലെ പൊടിച്ചെടുക്കണം. 2 ഇതള മുരിങ്ങയില, അത് അരിഞ്ഞെടുക്കുക. അതിൻ്റെ മറ്റ് കമ്പ് ഇതെല്ലാം കളഞ്ഞതിന് ശേഷം ഇല മാത്രം അരിഞ്ഞെടുക്കുക. 2 സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ഒരേതള, ഇഞ്ചി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ള അരിഞ്ഞ് നമ്മൾ ചതച്ചെടുത്തത്, 2 മുളക്, ആവശ്യത്തിന് ബ്രെഡ് ക്രംസ്, അതായത് ബ്രെഡിൻ്റെ പൊടി അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നതിലേക്ക് നമുക്ക് കടക്കാം. പാൻ വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത സവാള, 4 സവാള, അത് പാനിനകത്തേക്ക് ഇടണം. അത് നല്ലോണം ഒന്ന് മൂക്കണം. ചെറുതായിട്ട് മൂത്താൽ പോലെ നല്ലോണം ചുമന്ന് നല്ലോണം വഴന്ന് ഇത് റെഡിയാകണം. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത മുളക് ഇനി ഇതിനകത്ത് നല്ലോണം വഴന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴന്നതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞെടുത്ത മുളക് നമ്മളിടണം. അതിനകത്തേക്ക് നമ്മളെടുത്ത ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കണം. ഇളക്കി വെച്ച് നമ്മളെടുത്ത മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നല്ലോണം നമുക്ക് ഇന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങ്, അത് ഒന്ന് അത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മസാലക്കകത്തൊന്ന് ചേർത്ത് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത 3 മുട്ട, അത് ഇതിനകത്തോട്ട് ചേർക്കുക. അത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത മുരിങ്ങയില, 2 ഇതള മുരിങ്ങയില, അത് നമ്മൾ ലാസ്റ്റ് ചേർക്കണം. ലാസ്റ്റ് ഇത് ചേർത്ത്, അതായത് ഇത് സോഫ്റ്റിന് വേണ്ടിയിട്ടാണ്, നല്ല സോഫ്റ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ലാസ്റ്റേ ചേർത്ത് കൊടുക്കാവൂ. അത് ചേർത്ത് നമ്മൾ നല്ലോണം ഇത് മിക്സ് ചെയ്ത് ഇത് നല്ലോണം വഴറ്റി നമുക്ക് എടുക്കണം. നല്ല ചേർത്തിട്ട് നമ്മൾ കട്ട്ലേറ്റുള്ളത് പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസൃതം അത് രൂപഭംഗി വരുത്താൻ, എനിക്ക് ഇത്രയും രൂപഭംഗി വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇനി നമ്മൾ കുറച്ച് മുട്ട, പച്ചമുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അത് അതിനകത്തോട്ട് നമ്മളിത് മുക്കിയെടുക്കണം.
അത് പച്ചമുട്ടയ്ക്കകത്ത് മുക്കിയതിന് ശേഷം നമ്മൾക്ക് ആ ബ്രെഡ് ക്രംസിനകത്തോട്ട് ഇതൊന്ന് പിടിപ്പിക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലോണം ഒന്ന് മൂത്ത് ചുമന്ന രീതിയിലാകുമ്പോൾ നമുക്കിത് എടുക്കണം. അപ്പോൾ നമ്മുടെ എഗ്ഗ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ പുതുപുത്തൻ വിഭവങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരും. നിങ്ങൾ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നമർത്തി കഴിഞ്ഞാൽ എൻ്റെ വിഭവങ്ങൾ അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ വീണ്ടും ഞാൻ വരും. ബൈ.